ഡൽഹിയിലേക്കുള്ള കർഷകരുടെ മാർച്ച് ഇന്ന് പുനരാരംഭിക്കും. സംയുക്ത കിസാൻ മോർച്ച, കിസാൻ മസ്ദൂർ മോർച്ച എന്നിവരുടെ നേതൃത്വത്തിൽ 101 കർഷകരുടെ സംഘം ശംഭു അതിർത്തിയിൽ നിന്ന് ഡൽഹിയിലേക്ക് നീങ്ങും. നവംബർ 26 മുതൽ നിരാഹാര സമരം നടത്തുന്ന കർഷക നേതാവ് ജഗ്ജീത് സിംഗ് ദലൽവാളിന്റെ ആരോഗ്യനില വഷളായി തുടരുകയാണ്. മനു ഭരത് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. മനു, നേരത്തെ 2 തവണ കർഷകർ ഇത്തരത്തിൽ മാർച്ച് തീരുമാനിച്ചിരുന്നു, ഡൽഹിയിലേക്ക് തിരിച്ചിരുന്നു. പക്ഷേ പോലീസ് തടഞ്ഞു, അതിർത്തിയിൽ വെച്ച് തന്നെ. ഇന്നും അതുതന്നെയല്ലേ സംഭവിക്കുക? രഞ്ജിത്ത്, കർഷകർ വിട്ടുവീഴ്ചയില്ല എന്ന നിലപാട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സുപ്രധാനമായ ഒരു വിഷയമാണ് എന്ന നിലപാട് അവർ ആവർത്തിക്കുന്നു. സംയുക്ത കിസാൻ മോർച്ചയുടെയും അതുപോലെ കിസാൻ മസ്ദൂർ മോർച്ചയുടെയും നേതൃത്വത്തിലുള്ള പ്രതിഷേധം ഇന്നും ശക്തമായി തന്നെ നടക്കും എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം രാകേഷ് ടിക്കായത്ത് കർഷക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. പ്രത്യേകിച്ച് ഹരീന്ദർ സിംഗ് ലോക്വാളുമായി ചേർന്ന് അദ്ദേഹം കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തു. ജഗ്ജീത് സിംഗ് ദിൽവൽ ഇപ്പോൾ കർഷക ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അവിടെ നിരാഹാര സമരം തുടരുകയാണ്. ജഗ്ജീത് സിംഗ് ദലേവാളിന്റെ ഈ ആരോഗ്യനില വളരെ വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അദ്ദേഹത്തിന് കാർഡിയാക് അറസ്റ്റ് വരെ ഉണ്ടാകാം എന്ന മുന്നറിയിപ്പ് അവിടെ ആരോഗ്യ വിദഗ്ധർ നൽകുന്നു. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വഷളാകുന്ന ഒരു സാഹചര്യത്തിൽ എന്ത് നിലപാടെടുക്കണം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളും കർഷകർക്കിടയിൽ നടക്കുകയാണ്. ജഗ്ജീത് സിംഗ് ദലേവാളുമായി അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം കർഷക നേതാക്കൾ സന്ദർശിക്കുകയും ചെയ്തു. ഏതായാലും കൂട്ടായ ഒരു പോരാട്ടം വേണം എന്ന ആവശ്യമായി രാകേഷ് ടിക്കായത്ത് മറ്റ് കർഷക നേതാക്കളെയും കാണുന്നുണ്ട്. ഇന്ന് 101 കർഷകർ, കഴിഞ്ഞ തവണകളിലെ പോലെ 101 കർഷകർ ഡൽഹി അതിർത്തി കടക്കാനുള്ള ശ്രമം നടത്തും. ഇവർ വ്യക്തമാക്കുന്ന ഒരു കാര്യം, മുമ്പ് ഒരു വലിയ പ്രക്ഷോഭം KMP എക്സ്പ്രസ് വേക്ക് സമീപത്ത് നടന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു. സമാനമായ രീതിയിൽ ട്രാക്ടറുകളും അതുപോലെ കർഷകരുടെ വലിയ മാർച്ചുമായി ഡൽഹിയെ വളയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് കർഷകർ നൽകുന്നു. അവരുടെ ഉത്പന്നങ്ങൾക്ക് ഒരു താങ്ങുവില നിശ്ചയിക്കുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ അടിയന്തരമായി ധാരണ വേണം. അതുപോലെ വൈദ്യുതി നിരക്ക് കുറയ്ക്കുന്നതിനുള്ള നടപടികൾ വേണം. കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുന്നതിനെ കുറിച്ചുള്ള നടപടികൾ വേണം. ഒപ്പം കർഷകർക്ക് പെൻഷൻ അനുവദിക്കുക, അതുപോലെ കർഷക തൊഴിലാളികൾക്കും പെൻഷൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുന്നു. കർഷകർക്കെതിരെ എടുത്തിട്ടുള്ള കേസുകൾ അത് സമരവുമായി ബന്ധപ്പെട്ടതാണ്. അത്തരം കേസുകൾ പിൻവലിക്കണമെന്ന ആവശ്യം കൂടുതൽ ശക്തമാക്കുകയാണ്. ഒപ്പം ഈ ലക്ഷ്മിപൂരിൽ നടന്ന ഈ പ്രശ്നത്തിൽ കർഷകർക്ക് കൃത്യമായ നീതി ലഭിക്കണം, അങ്ങനെയുള്ള ആവശ്യങ്ങൾ മുൻനിർത്തിയുള്ള പോരാട്ടം അവസാനിപ്പിക്കില്ല എന്ന നിലപാട് തന്നെയാണ് മുന്നോട്ട് വരുന്നത്. അതിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ കർഷക സമരത്തോട് വളരെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. BJP സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കും എന്ന ചോദ്യം ഒരു വശത്ത് ഉയരുകയാണ്. കഴിഞ്ഞ ദിവസമാണ് രാജ്യസഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻഖാർ കർഷകരുടെ പ്രശ്നങ്ങൾ പരിശോധിക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചത്. ഇത് സമാനമായ രീതിയിൽ ഈ വിഷയം പരിശോധിക്കാൻ ഉള്ള ആവശ്യം കോൺഗ്രസിൽ നിന്നും മറ്റ് കക്ഷികളിൽ നിന്നും ഉയരുകയാണ്. സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിനെ വരും ദിവസങ്ങളിൽ ഈ സമരം പ്രതിസന്ധിയിലാക്കുമോ എന്ന സംശയവും ശക്തമാവുകയാണ്. തീർച്ചയായും അതാണ് സാഹചര്യം. മനു ഭരതാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ലോക്സഭയിൽ തുടരുന്ന